നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ 10 ദിവസത്തെ കണ്ടിന്യൂസ് ഒരു ഫോളിന് ശേഷം നല്ലൊരു റാലി ഉണ്ടായി. ബാങ്കിങ് മേഖലയിലെ കുറച്ച് കമ്പനീസ് ഈ ഒരു റാലിയിൽ നിന്ന് വിട്ടുനിന്നെങ്കിൽ കൂടിയും അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകൾ ഉൾപ്പെടെ ഇന്നലെ ഈ റാലിയിൽ പങ്കാളിയായി. നിഫ്റ്റി നല്ലൊരു പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് എല്ലാം തന്നെ 750 പോയിൻറ്റിൻ്റെ ഒരു പോസിറ്റീവായ ഒരു റാലി കിട്ടി. ബജാജ് ഫിനാൻസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് വീക്ക് ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റി അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ നിഫ്റ്റി എസ്പെഷ്യലി പ്രൊപ്പോർഷനേറ്റ്ലി നിഫ്റ്റിയുടെ ഒപ്പം റാലി ചെയ്ത് കണ്ടില്ല. എങ്കിലും പോസിറ്റീവായ രീതിയിലായിരുന്നു മാർക്കറ്റ് ക്ലോസ് നടത്തിയത്. FISൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റിൽ അവർ സെല്ലിംഗ് മോഡലാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു റാലിയുടെ പ്രധാന കാരണം എന്തായിരുന്നു? റാലിയുടെ പ്രധാന കാരണം US ട്രംപ് താരിഫ് ഹൈക്കുകളെല്ലാം തന്നെ ഡിലേ ചെയ്യുമെന്നുള്ള ഒരു കാരണം കൊണ്ട് US മാർക്കറ്റിലുണ്ടായ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് യൂറോപ്യൻ മാർക്കറ്റിലുണ്ടായ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആയിരുന്നു. അതെ, അതുപോലെ തന്നെ US മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും ഇന്നലെ അവരുടെ ട്രേഡിംഗ് അവസാനിപ്പിച്ചപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ നിലകൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും US മാർക്കറ്റിൽ നടത്തിയ പോസിറ്റീവ് ക്ലോസിങ് ഹാൻഡ് ഓവർ ചെയ്ത് അവരും ഇപ്പോൾ പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനയെല്ലാം തന്നെ സ്റ്റിമുലസ് പാക്കേജുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സൈഡും പോസിറ്റീവാണ്. ഇനി നമ്മളെ ഭാഗത്തു നിന്ന് പോസിറ്റീവായിട്ടുള്ള ആക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ RBI തുടരെ ബാങ്കിങ് മേഖലയിലേക്ക് വേണ്ടിയിട്ട് ലിക്വിഡിറ്റി ഇഷ്യൂ പരിഹരിക്കാനായിട്ട് ഇന്നലെയും അവരൊരു പുതിയ തീരുമാനമെടുത്തു. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അഥവാ OMO ഒരു ആക്ഷനിലൂടെ 1,00,000 കോടിയാണ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ഫണ്ട് ഇഞ്ചക്റ്റ് ചെയ്യുന്നത്. ഈ RBI നടത്തുന്ന വളരെ റീസെൻ്റായിട്ട് നടത്തുന്ന മൂന്നാമത്തെ സെയിം ആക്ഷൻ തന്നെയാണ് ഉള്ളത്. ബോണ്ട് റീപർച്ചേസിലൂടെ വീണ്ടും RBI ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ഫണ്ട് ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്. അതാണ് നമുക്കുള്ള വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത. എന്നാൽ സെയിം ടൈം നെഗറ്റീവായിട്ടുള്ളൊരു വാർത്ത എന്ന് പറഞ്ഞാൽ ഇന്നലെ ട്രംപ് ക്ലിയർലി പറഞ്ഞ ഒരു കാര്യം, ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് അമേരിക്കക്കെതിരെ താരിഫ് ഹൈക്കുകൾ ചെലുത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ 100% താരിഫ് ഹൈക്ക് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ്. പിന്നീട് അത് ഇന്ത്യക്കെതിരെ എന്നുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ എന്നുള്ള ഒരു കമൻറ്റ് വന്നു. ഏപ്രിൽ 2-ാം തീയതിയൊക്കെ അത് പ്രഖ്യാപിക്കുമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള പുതിയ ഒരു പ്രസ്താവന. അപ്പോൾ തുടരെ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഇത് ഏത് സാഹചര്യത്തിലാണ്? ഇന്നലെ ടെസ്ല ബോംബെയിൽ ഒഫീഷ്യലി ലീസ് എഗ്രിമെൻറ്റിൽ തന്നെ സൈൻ ചെയ്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുള്ളൊരു പ്രസ്താവന. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കും. കാരണം ഒരു പേടി ജനിപ്പിച്ച് ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഉള്ള താരിഫ് കുറയ്ക്കണം, അല്ലെങ്കിൽ ഇന്ത്യ US ഭാഗത്തു നിന്ന് ഈ ഡിഫൻസ് യുദ്ധ സാമഗ്രികൾ പർച്ചേസ് ചെയ്യണം. കഴിഞ്ഞ തവണത്തെ മീറ്റിങ്ങിനും അവരുടെ പ്രധാന ആവശ്യം അതായിരുന്നു, US നിന്ന് ഡിഫൻസ് ഉപകരണങ്ങൾ വാങ്ങണമെന്ന്. അപ്പോൾ അങ്ങനെ വാങ്ങാൻ ഭീതിപ്പെടുത്തുന്നതാവാം, അല്ലെങ്കിൽ US ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് ഇന്ത്യ കുറയ്ക്കണമെന്നുള്ള ഒരാവശ്യം കൊണ്ടാകാം. ഹാർലി ഡേവിഡ്സന് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇന്ത്യ കഴിഞ്ഞ ബഡ്ജറ്റിൽ താരിഫ് ഹൈക്ക് കുറച്ചിരുന്നു. എന്നാലും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടില്ല. സ്റ്റിൽ ഒരു ഹൈ തന്നെയാണ്. ഇനി ഇത് രാജ്യത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്താണ്? രണ്ട് രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുന്നത്. ഒന്ന്, ജനങ്ങൾക്ക് ഇന്ത്യ താരിഫ് ഹൈക്ക് കുറച്ചാൽ ഇൻ്റർനാഷണൽ ഉൽപ്പന്നങ്ങൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള പെർസ്പെക്റ്റീവ് ജനങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ. കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് അങ്ങനെ നിലവിലിവിടെ കുത്തക ഉള്ള പ്രൊഡക്റ്റ് സമാനമായ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ എല്ലാം തന്നെ ഇൻ്റർനാഷണൽ നിലവാരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യൻ കമ്പനികൾക്ക് അത് ദോഷകരമാണ്. അപ്പോൾ നമ്മൾ ആരുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് അത് നോക്കി കാണേണ്ടത്? നമ്മൾ കമ്പനിയുടെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നോക്കി കാണേണ്ടത് എന്നുള്ളതാണ് ഒരു റിമൈൻഡറായിട്ടുള്ളത്. എനിവേ, ADR സ്റ്റോക്കുകളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ വിപ്രോയും റിലയൻസ് GDRൽ 3%, വിപ്രോ ADRൽ 3%ൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് നടത്തി. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ഗ്ലോബലി ഉള്ള അപ്ഡേറ്റ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇത് നമ്മൾ ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല, മാർക്കറ്റിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. സൈഡസ് ലൈഫ് സയൻസ് ഫാർമ കമ്പനിയാണ്. സൈഡസ് ലൈഫ് കമ്പനി, ഇവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടിയതായിട്ടുള്ള ന്യൂസ്. IT കമ്പനിയായിട്ടുള്ള വിപ്രോ അവർ പുതിയ ഒരു ടെൽക്കോ A1 360 ടെലികോം മേഖലയിലുള്ള കമ്പനികൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു AI
ടൂൾ ഇവർ ഡെവലപ്പ് ചെയ്തു എന്നുള്ള ന്യൂസ്. അതുപോലെ തന്നെ TCS വിൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ സർവീസ് പ്രൊവൈഡറായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസ്. RPP ഇൻഫ്ര കമ്പനി അവർക്ക് ചെന്നൈ മെട്രോപൊളിറ്റൻ വാട്ടർ സപ്ലൈ സ്യൂയേജ് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് 81 ക്രോഡ്സിൻ്റെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസ്. RPP ഇൻഫ്ര. സിസ്റ്റം കമ്പനി സ്മാർട്ട് ഹോം ഡിവൈസ്, പുതിയ സ്മാർട്ട് ഹോം ഡിവൈസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു എന്നുള്ള ന്യൂസ്. മുക്ക പ്രോട്ടീൻ കമ്പനി 44 കോടി രൂപയുടെ പർച്ചേസ് ഓർഡർ കിട്ടിയെന്നുള്ള ന്യൂസ് മുക്ക പ്രോട്ടീൻ കമ്പനിക്കുണ്ട്. OM ഇൻഫ്ര കമ്പനി 44 CRൻ്റെ ഓർഡർ UP സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ലഭിച്ചു എന്നുള്ള ന്യൂസാണ് OM ഇൻഫ്രയുടെ ഭാഗത്തു നിന്നുള്ളത്. റൂട്ട് മൊബൈൽ കമ്പനി മൊബൈൽ ഡിവൈസസ് എല്ലാം തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഇന്ത്യയിലുള്ള കമ്പനിയാണ്, നോക്കിയൊക്കെ ആയിട്ട് സഹകരിച്ചിട്ട്. അപ്പോൾ പ്രോക്സിമസ് എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ റൂട്ട് മൊബൈൽ ചെയ്യാൻ ധാരണയായി എന്നുള്ള ന്യൂസ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് കമ്പനി ഏകദേശം 80% ഒരു കറക്ഷൻ ഓൾ ടൈം ഹൈയിൽ നിന്ന് രേഖപ്പെടുത്തിയ കമ്പനി. ഒരുപാട് റേറ്റിംഗ് ഡൗൺഗ്രേഡുകൾ കിട്ടിയ കമ്പനിയാണ്. അപ്പോൾ ഈ റേറ്റിംഗ് ഡൗൺഗ്രേഡ് കൺസേൺ നിലനിൽക്കുന്നതുകൊണ്ട് കമ്പനിയുടെ ഡെപ്റ്റ് കുറയ്ക്കാൻ കമ്പനി പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഇവരുടെ ബോർഡ് മീറ്റിങ്ങിൽ കമ്പനി പറഞ്ഞു. നല്ല രീതിയിലുള്ളൊരു കറക്ഷനാണ്. ഈ ഒരു കറക്ഷനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡെപ്റ്റ് കുറയ്ക്കുക വഴി നിക്ഷേപകരുടെ ശ്രദ്ധ ഈ ഒരു കമ്പനിയിലേക്ക്, സ്റ്റോക്കിലേക്ക് കൊണ്ടുവരാനാണ് കമ്പനി ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ജെൻസോൾ എഞ്ചിനീയറിംഗിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്. അപ്പോൾ ഇനി നമ്മളിപ്പോൾ ഓൾറെഡി ഗ്ലോബൽ ക്യൂസുകളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്, ശ്രദ്ധിക്കുക. പല ആളുകളും ഓട്ടോ എക്സ്പയറിക്കൊക്കെ വിടാറുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ പഴങ്കഥകളായി. കാരണം എക്സ്പയറി ഡേറ്റ്സിൽ അന്ന് ഹ്യൂജ് മാർജിൻ റിക്വയർമെൻ്റാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും തന്നെ ഓട്ടോ എക്സ്പയറിക്കൊന്നും വിടാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രതിഭാസം. അങ്ങനെ ഒരുപാട് പ്രതിഭാസങ്ങളിലൂടെയാണ് മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യുക, അതിനിടയിൽ നമ്മളെ സ്ഥാനം നമ്മൾ ഉറപ്പിക്കുക. ഏതെങ്കിലും ഒരു മൂലയിൽ നമ്മുടെ ക്യാപിറ്റൽ വാനിഷ് ആവാതെ ഒന്ന് പോകുക. അതിനുശേഷം മാർക്കറ്റ് റിക്കവറൊക്കെ ആകുമ്പോൾ മാർക്കറ്റിൻ്റെ ആ ഒരു എന്ത് സ്റ്റോക്ക് വാങ്ങിച്ചാലും മുകളിലേക്ക് പോകുന്ന ഒരു സിനാരിയോ ഒക്കെ വരുന്ന സാഹചര്യം, അതായത് മാർക്കറ്റ് ശക്തമായിട്ടൊക്കെ മുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ആ ഒരു പീരീഡ് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ മാർക്കറ്റിൽ നിലകൊള്ളുക എന്നുള്ളതാണ് ഉള്ളത്. അതിനർത്ഥം ഏത് സ്റ്റോക്ക് വാങ്ങിച്ചാലും മുകളിലേക്ക് പോകുമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ആ ഒരു മാർക്കറ്റിൻ്റെ നല്ലൊരു ബുൾ റൺ കാലഘട്ടം ഉണ്ടാകും ഇനിയും. അപ്പോൾ ആ ഒരു കാലഘട്ടം വരെ നമ്മൾ മാർക്കറ്റിൽ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടും നമ്മുടെ ക്യാപിറ്റലും വെച്ചുകൊണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് തയ്യാറെടുക്കണം. ഞാനിപ്പോൾ പറയുന്ന സാഹചര്യത്തിൽ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം വളരെയധികം കുറയുന്നുണ്ട്, ആളുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആളുകൾ എന്തോ പ്രതീക്ഷിച്ച് വന്നു, കിട്ടിയില്ല, എന്നാൽ പിന്നെ പോകാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് കുറച്ച് ആളുകൾ കൂടിയും ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് വരുന്ന ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ഒരു ബാധ്യത നിലവിൽ ഈ ന്യൂസ് കാണുന്ന ആളുകൾക്കുണ്ട്. മാർക്കറ്റ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ പുതിയ ആളുകൾക്ക്, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. താങ്ക് യു.